ഇപ്പോൾ വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, അങ്ങനെ എല്ലാവരും പറയുന്നു അത് ഈ പറയുന്ന ജനവാസം അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നൊരു സമയത്താണ്, ആ മേഖല അങ്ങനെ തന്നെയാണെന്ന് പറയുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്നും തിരികെ വരുന്ന ആൾക്കാർ, കോളേജിൽ നിന്നും വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടാകും. പിന്നെ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട്, അതിൻ്റെ തിരക്കുണ്ടാകും. പിന്നെ ആരാധനാലയമുണ്ട്, ഒപ്പം തന്നെ ചെങ്കോട്ടയ്ക്ക് അടുത്താണ്, അത് കാണാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് എന്നതാണ് ഇതിൻ്റെ ആശങ്കയെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ സ്ഫോടന സ്വഭാവം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം. ഇത് ഒരു കാർ പൊട്ടിത്തെറിച്ചു എന്നൊരു പ്രാഥമികമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചത്, അതൊരു ബോംബാണോ അല്ല മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി അന്വേഷണം ഫോക്കസ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് വിനീത? പ്രജൻ, നിലവിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരാക്രമണ സാധ്യത അന്വേഷണ സംഘം തള്ളുന്നില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആംഗിളുകളും, എല്ലാ മേഖലകളും വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഡൽഹി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ചില സൂചനകളും അങ്ങനെ തന്നെയാണ്. കാരണം അത്തരത്തിലേക്കുള്ളൊരു സംശയത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കാൻ ഇടയാക്കിയത് പ്രജൻ, ഇന്ന് ഏറ്റവും പ്രധാനമായും ഡൽഹിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഡൽഹിയിലെ സമീപം ഹരിയാനയിലും ഫരീദാബാദിലും ഒക്കെയായി വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഏതാണ്ട് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും ഒക്കെ അന്വേഷണ സംഘം ഇന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 4 ഡോക്ടർമാർ ഉൾപ്പെടെ 7 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസുമായി ഇന്ന് നടന്ന സ്ഫോടനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ ഡൽഹി പോലീസിൽ തന്നെ ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇന്ന് അറസ്റ്റിലായ 2 ഡോക്ടർമാരെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി തന്നെ വിശദമായി തന്നെ ആ ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 പേരും ഫരീദാബാദിൽ നിന്നാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്ന് സ്ഫോടക വസ്തുക്കളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 ഡോക്ടർമാരെയും വളരെ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ 2 ഡോക്ടർമാരെയും ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഭീകരാക്രമണ സാധ്യത അന്വേഷണ സംഘം തള്ളുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്, UP ATS സംഘം എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ അന്വേഷണ സംഘങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘങ്ങളൊക്കെ ഇവിടെ എത്തി പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ലഭ്യമായിരിക്കുന്ന ഒരു വിവരമാണ് ഈ I-20 കാർ ഉടമയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഹരിയാന സ്വദേശി എന്നാണ് അറിയാൻ കഴിയുന്നത്. സൽമാൻ എന്നാണ് പേര്. ഈ കാർ ഉടമയെ അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. തന്റെ കാറാണ് എന്നും പക്ഷേ വളരെ നേരത്തെ തന്നെ ഈ കാർ താൻ മറ്റൊരാൾക്ക് വിറ്റിരുന്നുവെന്നും ആ കാർ ഉടമ പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണവും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.